ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ടീ അല്ലെങ്കിൽ ഒരു കോഫിയേക്കാളും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ടീ തന്നെയാണ്. എനിക്ക് ചായ വേണം, ഒരു ചായ നിർബന്ധമായിട്ടും. ഇവിടെ എല്ലാവരും അങ്ങനെയാണ്. മക്കൾക്ക് നിർബന്ധമില്ല എങ്കിലും ചിലപ്പോൾ നമ്മൾ കുടിക്കുന്ന കാണുമ്പോൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അവർക്ക് കൂടെ ചായക്ക് വെക്കാറുണ്ട്. ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയിരിക്കും അവർ ചായ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ആരും എണീറ്റിട്ടില്ല. മക്കൾക്ക് സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് അവർ കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് ഞാനും വിചാരിക്കും. ഞാൻ വിളിച്ചുണർത്താറില്ല. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാറുള്ളവരെ. ഇന്ന് നല്ല കാമായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. രാവിലെ എണീറ്റപ്പോൾ നല്ലൊരു മഴക്കോളും. അപ്പോൾ രാവിലെ എന്തുണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ. അപ്പോഴാണ് നിങ്ങളെ ഒരു കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇത് നമ്മുടെ പയറാണ്. നമ്മളിവിടെ വാളരിപ്പയർ എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ വിത്താണ്. എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റെയറിൽ ഞാനിങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത് വെച്ചതാണേ. അപ്പം ഞാൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഞാൻ എൻ്റെ പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് മിനിമം. അപ്പോൾ ഇപ്പോൾ ചായയൊക്കെ ഇട്ടിട്ട് ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ സൺഡേ ആയതുകൊണ്ട് ലേറ്റായി എണീറ്റ, എങ്കിലും ഒരു 1 അവർ രാവിലെ പഠിക്കാനിരിക്കണം. അപ്പം മക്കളും ഇക്കായൊക്കെ എണീക്കുന്നതിന് മുമ്പേ എണീറ്റ് ഞാൻ ചായ അനത്തി എൻ്റെ ചായയായിട്ട് ഞാൻ കുറച്ച് നേരം 1 മണിക്കൂറോളം ഞാൻ പഠിക്കാറുണ്ടിരുന്നു. അപ്പം നിങ്ങൾ ചിന്തിക്കും ഞാനെന്തിനാ ഈ പഠിക്കുന്ന കാര്യമൊക്കെ നിങ്ങളോട് പറയുന്നതെന്നല്ലേ. മറ്റൊന്നുമല്ല, ഇപ്പം നമ്മളെ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. പല വീട്ടമ്മമാരും പറയുന്നത് ഒരു പരാതിയാണ്, മക്കളെ ഇട്ടിട്ട് പഠിക്കാൻ സമയം കിട്ടുന്നില്ല, മക്കളെ ഇട്ടിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, വീട്ടിലെ ജോലി തിരക്ക് കാരണം പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നതാണ്. നമ്മളതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പഠിക്കാൻ സമയം കണ്ടെത്താൻ പറ്റാത്തത്. നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് പുറത്ത് വരാതെ നോക്കുന്നില്ല. അതായത് നമ്മൾ മടി പിടിച്ചതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. നമുക്കതിൽ നിന്ന് പുറത്ത് വന്നെങ്കിൽ മാത്രമേ നമുക്കതിന് സമയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നമ്മുടെ കിച്ചണിലേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, മക്കൾക്ക് മദ്രസയിൽ പോകണം. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്ന് സൺഡേ ആണ്, നമ്മളിപ്പം ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അട ഉണ്ടാക്കിയാൽ ഈവനിങ്ങിനും മക്കൾക്ക് കൊടുക്കാം എന്നാലും വിചാരിച്ച് ഞാൻ ഇലയട ഉണ്ടാക്കി. മക്കൾക്ക് ഇഷ്ടമാണ് ഇലയട, അതുകൊണ്ട് ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതലുള്ളൊരു പ്രശ്നമാണ് ഓവർ തിങ്കിങ് അല്ലേ. എന്ത് കാര്യവും നമ്മൾ കാട് കയറി ചിന്തിക്കും. എല്ലാവരെയും കാര്യം എനിക്കറിയത്തില്ല, ഞാനങ്ങനെയാണ്. കുറച്ച് നാൾ മുമ്പ് വരെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഓവറായിട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. അന്നേരം ഓവർ തിങ്കിങ് ഒഴിവാക്കാനുള്ള എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്കുണ്ടായൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ബിസിയാക്കി വെക്കാൻ നമ്മൾ തന്നെ ബിസിയാക്കി വെക്കാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടുമ്പോഴാണ് നമ്മളിങ്ങനെ ഓവറായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നത്. സമയം നമ്മൾ ബിസിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്തെങ്കിലും ജോലിയിൽ ഒക്കെ ആണെങ്കിൽ നമുക്കെപ്പോഴും ഓവറായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളൊരു ടൈം കിട്ടത്തില്ല. അങ്ങനെ മക്കളെ ഇലയുടെയൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുത്തിട്ട് മദ്രസയിൽ വിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും മദ്രസയിൽ നിന്ന് കോള് വരുന്നു. ഹംദാനിക്ക് സുഖമില്ല, തലചുറ്റലും ശരീരം വേദനയൊക്കെയാണെന്നും പറഞ്ഞ്. അങ്ങനെ പിന്നെ അപ്പോഴേ പോയി മോനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അയാൾ നല്ല ടെമ്പറേച്ചറും നല്ലപോലെ വിറയ്ക്കുക നിന്ന്. അങ്ങനെ പിന്നെ നമുക്ക് മെഡിസിൻ ഇരിപ്പുണ്ടായിരുന്നത് കൊടുത്ത്. നമ്മളെത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും മക്കൾക്കൊരു വയ്യായ്ക വന്നെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മുടെ ധൈര്യം എല്ലാം ചോർന്നു പോകല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. മക്കളുടെ വിഷയത്തിൽ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കുമല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്നാലും ഇപ്പം നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മറ്റേത് എന്തെങ്കിലും ചെറിയ മക്കൾക്ക് എന്തെങ്കിലും ഇതാന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. മോൻ്റെ വിഷയം അറിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര വിഷമമായിട്ട് വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം ചോറ് വിളമ്പുവാണ്. നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. മോനിവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ഒരിച്ചിരി കുറവുണ്ട്, ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വിളിച്ചിരുത്തി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അസ്സലാമു അലൈക്കും, ബൈ.